ഇന്നത്തെ വീഡിയോ CBSE 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7th ചാപ്റ്റർ ട്രയാങ്കിൾസ് ഇതിലെ എക്സസൈസ് 7.2 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ABC വിത്ത് AB equal to AC, the bisector of angle B and C intersect each other at O. Join A to O. Show that OB equal to OC. Second question, AO bisects angle A. ഇതിൽ ഫിഗർ തന്നിട്ടില്ല, നമുക്ക് ഫിഗർ വരച്ച് നോക്കാം. ഇവിടെ AB equal to AC എന്ന ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇൻ ട്രയാങ്കിൾ ABC തന്നിരിക്കുന്നത് AB equal to AC ഇത് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആംഗിൾ B equal to ആംഗിൾ C എന്ന് പറയാം. കാരണം ABയും ACയും ഈക്വൽ ആണ്, അതിൻ്റെ ഈക്വൽ സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ബിയും സിയും. അതിൻ്റെ റീസൺ ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ ഈക്വൽ. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ സിയും ഈക്വൽ ആയതുകൊണ്ട് ദാറ്റ് ഇംപ്ലൈസ് ഹാഫ് ആംഗിൾ ബി ഈക്വൽ ടു ഹാഫ് ഓഫ് ആംഗിൾ സി. അത് രണ്ടും ഈക്വൽ ആയിരിക്കും. അതായത് ഒ ബിയും ഒ സിയും ആംഗിൾ ബിനെയും സിനെയും ബൈസെക്ട് ചെയ്യുവാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഒ സി ബി ഈ ആംഗിൾ ഈക്വൽ ടു ആംഗിൾ ഒ ബി സി ഈ ആംഗിൾ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. പിന്നെ അത് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഒ ബി ഈക്വൽ ടു ഒ സി എന്ന് പറയാം. കാരണം ഈ രണ്ട് ആംഗിള് ഈക്വൽ ആണെങ്കിൽ ആ ഈക്വൽ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ്സും അത് ഈക്വൽ ആയിരിക്കും. നമ്മൾ ഇവിടെ എഴുതിയ റീസൺ അത് നേരെ തിരിച്ചു പറഞ്ഞാൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. ഇപ്പൊ നമുക്കിവിടെ കിട്ടിയത് ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണെന്ന് കിട്ടി, ഈ സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി, ഈ സൈഡും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനെ കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ ഇൻ ട്രയാങ്കിൾ OAB ആൻഡ് OAC, ട്രയാങ്കിൾ OAC, OABയും OACയും ഈ രണ്ട് ട്രയാങ്കിൾ പരിഗണിച്ചു. സെയിം ഫിഗർ തന്നെ ഇവിടെ നമ്മൾ ആദ്യം ഇത് രണ്ട് ഈക്വലാണ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള കാര്യങ്ങൾ നേരത്തെ എഴുതിയ സാധനം തന്നെ. അപ്പോൾ ഇവിടെ OA ഈക്വൽ ടു OA ആണ്, കാരണം അത് കോമൺ സൈഡാണ്. അതുപോലെ AB ഈക്വൽ ടു AC ആണ്, അത് നമ്മൾ ആദ്യം എഴുതിയിരുന്നു, അത് തന്നിട്ടുണ്ട് നമുക്ക്. അപ്പോൾ D1 OB ഈക്വൽ ടു OC അത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് സൈഡ് AB OB AO അത് ഈ ട്രയാങ്കിളിലെ സൈഡുമായിട്ട് ഈക്വൽ ആണ്. അതുകൊണ്ട് therefore ട്രയാങ്കിൾ OAB കോൺഗ്രുവൻ്റ് ടു ട്രയാങ്കിൾ OAC. അതിന്റെ റീസൺ മൂന്ന് സൈഡാണ് ഈക്വൽ. അപ്പോൾ ബൈ SSS റൂൾ ദാറ്റ് ഇംപ്ലൈസ് ആംഗിൾ BAO ഈ ആംഗിൾ അത് ഇതിനോട് ഈക്വൽ ആണ്, ഈക്വൽ ടു ആംഗിൾ CAO. കാരണം അത് കറസ്പോണ്ടിങ് പാർട്സ് ആണ്, കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. അപ്പോൾ CP CT കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസ്. അതായത് AO ബൈസെക്ട്സ് ആംഗിൾ AO ബൈസെക്ട്സ് ആംഗിൾ A നമ്മൾ പ്രൂവ് ചെയ്ത് കഴിയും. ഇനി ഇതിന്റെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ട്രയാങ്കിൾ ABC AD ഈസ് ദ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് BC. ഫിഗർ 7.30 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷോ ദാറ്റ് ട്രയാങ്കിൾ ABC ഈസ് ആൻ ഐസോസെലസ് ട്രയാങ്കിൾ ഇൻ വിച്ച് AB ഈക്വൽ ടു AC ACയും ഈക്വൽ ആയിക്കൊണ്ട് ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് AD പെർപെൻഡിക്കുലർ BC എന്ന് തന്നിട്ടുണ്ട്. AD പെർപെൻഡിക്കുലർ ടു BC, അതുപോലെ തന്നെ ഇവിടെ D ഉണ്ട്. അപ്പോൾ BD ഈക്വൽ ടു CD ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ പ്രൂവ് ചെയ്യാം. ഇൻ ട്രയാങ്കിൾ ADC ഈ ട്രയാങ്കിൾ ADC
സി ആൻഡ് ട്രയാങ്കിൾ എ ഡി ബി ഈ രണ്ട് ട്രയാങ്കിൾ പരിഗണിക്കുന്നു. അപ്പോൾ അവിടെ എ ഡി ഈക്വൽ ടു എ ഡി, കാരണം അത് കോമൺ സൈഡാണ്, ഒരു സൈഡായി. ഇനി ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി ബി, ആംഗിൾ എ ഡി സി ഈക്വൽ ടു ആംഗിൾ എ ഡി ബി. അത് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ രണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈച്ച് 90 ഡിഗ്രി എന്ന് നമ്മൾ റീസൺ. ഇനി ബി ഡി ഈക്വൽ ടു സി ഡി എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് തന്നിട്ട്, അപ്പോൾ ബി ഡി ഈക്വൽ ടു സി ഡി. അതിന്റെ റീസൺ പെർപെൻഡിക്കുലർ ആണെന്ന് മാത്രമല്ല പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ഡി ഈസ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ബി സി. അതുകൊണ്ട് തന്നെ അത് ഈക്വൽ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സൈഡിനോട് ഈക്വൽ ആണ്, ഇത് കോമൺ സൈഡാണ്. ആ രണ്ട് സൈഡുകളുടെ ഇൻക്ലൂഡഡ് ആംഗിൾ ആണ് ഇത് രണ്ടും, ആംഗിൾസ് ആണ് ഇത് രണ്ടും. അപ്പോൾ രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. അതുകൊണ്ട് therefore triangle ADC congruent to triangle ADB, കാരണം രണ്ട് സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും. അപ്പോൾ SAS റൂൾ. ഇപ്പോൾ ട്രയാംഗിൾസ് കോൺഗ്രന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ therefore AB ഈക്വൽ ടു AC, കാരണം CPCT, corresponding parts of congruent triangles. Therefore, ABC is an isosceles triangle. ABC is an isosceles triangle in which AB equal to AC. ഇതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു.